വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പീപ്പിൾ ടിവി എക്സ്ക്ലൂസീവ്. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സ്ഥാനമൊഴിഞ്ഞു. ബിഷപ്പിന് പകരം അഡ്മിനിസ്ട്രേറ്റർ ഭരണം. ദില്ലിയിലെ വത്തിക്കാൻ പ്രതിനിധിക്ക് കത്ത് കൈമാറി. അഡ്മിനിസ്ട്രേറ്ററെ മാർപ്പാപ്പ നിയമിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സെർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ബിഷപ്പ് പീഡിപ്പിച്ചു എന്ന കന്യാസ്ത്രീയുടെ ആരോപണത്തിൽ ഇപ്പോൾ നിർണായകമായൊരു ദിശ കൈവന്നിരിക്കുകയാണ്. സ്ഥാനമൊഴിയുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ബിഷപ്പ് കത്ത് കൈമാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. അമൃത, പീഡന ആരോപണം നേരിടുന്ന ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു. ഇന്നലെയാണ് രാജിക്കത്ത് വത്തിക്കാനിൽ നിന്നുള്ള ഇന്ത്യയിലെ പ്രതിനിധിയും അപ്പോസ്തലിക് നൂൺഷോയുമായ ഗിബാസ്റ്റിസ്തോ ദിക്കാത്രോയ്ക്ക് ഫ്രാങ്കോ മുളയ്ക്കൽ കൈമാറിയത്. വത്തിക്കാൻ നേരത്തെ തന്നെ ബിഷപ്പിനെ മാറ്റണം എന്നൊരു നിലപാട് എടുത്തിരുന്നു. ഇതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ പീഡന ആരോപണങ്ങളിൽ വത്തിക്കാൻ അമർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനമൊഴിഞ്ഞ് കേസ് നേരിടണം എന്ന വ്യക്തമായ സൂചന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് വത്തിക്കാൻ നൽകി. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രാജിവെക്കാതെ മറ്റ് നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് പോവുകയും ചെയ്തു. 19-ാം തീയതി കോടതിയിൽ പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്യണം. എന്തായാലും ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജിക്കത്ത് സ്വീകരിച്ച ശേഷം വത്തിക്കാനിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറക്കും. ഇത് ഇവിടെ കേരളത്തിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ ജലന്ധർ രൂപതയുടെ ഭരണപരമായ ചുമതലകൾ നിർവഹിക്കാനായി നിയമിക്കുകയും ചെയ്യും. നേരത്തെ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് വിധേയനായി വരുന്നതിന് മുമ്പ് ഭരണപരമായ ചുമതലകൾ മോൺസിഞ്ഞോർ അടക്കമുള്ള 3-അംഗ സംഘത്തിന് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനിടയിൽ പീപ്പിൾ ടിവി രാവിലെ 6 മണിയോടുകൂടി വാർത്ത പുറത്തുവിടുന്നുണ്ട്. അതിനുശേഷം ജലന്ധർ രൂപത ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം താൽക്കാലികമായി സ്ഥാനമൊഴിയുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാണ് ഇപ്പോൾ ജലന്ധർ രൂപതയുടെ ഒരു വിശദീകരണം. എന്തായാലും അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു എന്നിതോടുകൂടി രാജിവെച്ചു എന്ന് ഇതോടുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെയും ബിഷപ്പിനെതിരെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിലെ മുതിർന്ന ബിഷപ്പുമാർ രംഗത്തൊക്കെ എത്തിയിരുന്നു. എന്നിട്ട് പോലും ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെക്കാതെ തന്റെ സ്ഥാനം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. സന്തോഷ്, അതുപോലെ തന്നെ കത്ത് കൈമാറിയ ശേഷം ബിഷപ്പ് ഇപ്പോൾ കൊച്ചിയിലെത്തി, നാട്ടിലെത്തി എന്നുള്ള തരത്തിലുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളാണോ? അമൃത, ഇന്നലെയോടുകൂടിയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പഞ്ചാബിലെ ജലന്ധർ എത്തിയത്. ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം വത്തിക്കാന്റെ കാര്യാലയത്തിൽ പോയി അപ്പോസ്തലിക് നൂൺഷോയ്ക്ക് രാജിക്കത്ത് കൈമാറി. തുടർന്ന് അവിടെ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി കേരളത്തിലേക്ക് പോയി എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ രാജി അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം കേരളത്തിലെത്തി എന്ന് ചില കേന്ദ്രങ്ങൾ സൂചനകൾ നൽകുന്നത്. കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന സംബന്ധിച്ച് അവർ വിശദീകരണമൊന്നും നൽകുന്നില്ല. ബിഷപ്പുമാരുടെ ആസ്ഥാനത്തോ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തോ ഒന്നും ഫ്രാങ്കോ മുളയ്ക്കൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ബിഷപ്പ് എന്നൊരു സ്ഥാനം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും സ്വകാര്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് താമസിക്കാനാകും. അവിടെ നിന്ന് ഈ പിന്നീട് കോട്ടയം ജില്ലാ സൂപ്രണ്ട് നിർദ്ദേശിച്ചതുപോലെ പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഹാജരാകും. അപ്പോൾ മാത്രമേ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. 19-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരും. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ എവിടെയാണ് എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ഒന്നും പറയുന്നില്ല. സന്തോഷ്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മുടെ കൂടെ ബിനു ചാക്കോ ചേരുകയാണ്. ശ്രീ ബിനു ചാക്കോ, ബിഷപ്പ് പീഡിപ്പിച്ചു എന്ന കന്യാസ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ബിഷപ്പിന്റെ സ്ഥാനമൊഴിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിഷപ്പ് സ്ഥാനമൊഴിയുന്ന ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ഭരണം അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കും, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററെ മാർപ്പാപ്പ നേരിട്ട് നിയമിക്കും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ പ്രതികരിക്കാനാകുന്നു ഈ ഒരു സന്ദർഭത്തിൽ? ഈ ലാറ്റിൻ സഭയുടെ കീഴിൽ വരുന്ന ഒരു രൂപത എന്ന നിലക്ക് ജലന്ധർ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കേണ്ടതും ബിഷപ്പിനെ നിയമിക്കേണ്ടതും ഒക്കെ റോമിൽ നിന്ന് നേരിട്ടാണ്. അതുകൊണ്ട് അതിലൊന്നും അസ്വാഭാവികതയില്ല. കാരണം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കേണ്ടത് റോമിൽ നിന്നാണ്. അതിലൊന്നും അസ്വാഭാവികതയില്ല. അത് അങ്ങനെ നിർവഹിക്കപ്പെടേണ്ടതും. പക്ഷേ ഒരു ഗുരുതരമായ ഒരു ആരോപണം ജലന്ധർ രൂപതയുടെ മെത്രാനായിരുന്ന ബഹുമാനപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിനെതിരെ ഉയർന്നു വരികയും അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് വരുന്നു എന്നുള്ളത്
ഏറെ നല്ലത് തന്നെയാണ്. കാരണം തനിക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയാനും അദ്ദേഹം നിയമ നടപടികൾക്ക് വിധേയനാകാനും വരുന്നത് ഏറെ ശ്ലാഘനീയമാണ്. ഇവിടെ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതും അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. സഭയുടെ സംവിധാനങ്ങളും ജലന്ധർ രൂപതയും സർക്കാരിനെയും അതേപോലെ പോലീസ് സംവിധാനത്തെയും ഒക്കെ സ്വാധീനിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാപകമായ പ്രചരണവും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഏതാനും ചില ചിത്രശക്തികളുടെയും ഏതാനും ചില ഈ നാട്ടിലെ യാതൊരു വിധത്തിലും വികസന കാര്യത്തിലോ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലോ ഒരു സംഭാവനയും ചെയ്യാത്ത ഏതാനും ചില വ്യക്തികളും ഏതാനും ചില കടലാ സംഘടനകളും ചില പിന്തുണ കൊടുത്തതിന്റെ പേരിൽ 5 കന്യാസ്ത്രീ അമ്മമാരെ മനുഷ്യ ബോംബിന്റെ സമാനമായ രീതിയിൽ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരം ഇപ്പൊ വഞ്ചി സ്ക്വയറിൽ നടക്കുകയാണ്. അത് അനാവശ്യമായ ഒരു സമരമായിരുന്നു എന്നാണ് ഇന്ത്യൻ കാത്തലിക് സഭ ആദ്യം മുതലേ പറഞ്ഞത്. കാരണം സർക്കാരിനെ സ്വാധീനിക്കാൻ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ മാത്രമേ ഞങ്ങൾ പുറത്തു പോവുകയുള്ളൂ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ള ആവശ്യമായിരുന്നു അവിടെ. അപ്പൊ അത്തരത്തിലുള്ള ശ്രീ ബിനു ചാക്കോ, താങ്കൾ സന്യാസിനിമാരുടെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുൻപ് താങ്കൾ പറയുകയുണ്ടായി ഗുരുതരമായ ആരോപണം, ബിഷപ്പിന് നേരെ ഉണ്ടായ ഗുരുതരമായ ഈ ഒരു ആരോപണത്തിൽ ഇപ്പോൾ ഈ ഒരു വേളയിൽ ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായതിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായത് നല്ലൊരു കാര്യമാണെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഈ ഒരു ഗുരുതരമായ ആരോപണം ഇത്രയും നാളായിട്ട് കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഈ വൈകിയ വേളയിലായിരുന്നുവോ ഫ്രാങ്കോ മുളപ്പ് പ്രതികരിക്കേണ്ടിയിരുന്നത്? ഈ ഒരു സാഹചര്യത്തിലായിരുന്നോ അദ്ദേഹം നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടിയിരുന്നത്? അല്ല, ഒരിക്കലും വൈകിയിട്ടില്ല എന്ന് തന്നെയാണ്. വൈകി എന്നുള്ളതൊക്കെ നമ്മൾ തോന്നുന്നതാണ്. നമ്മുടേതായ സാഹചര്യത്തിൽ ഇന്ത്യയിലാണ് വൈകിയതാണ് എന്ന് നമുക്ക് തോന്നുക. തീർച്ചയായിട്ടും കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ലോകമൊട്ടും വ്യാപിച്ചു കിടക്കുന്ന ആഗോള കത്തോലിക്ക സഭയുടെ ഒരു രൂപതയായ ജലന്ധർ രൂപതയുടെ മെത്രാൻ അദ്ദേഹം തന്നിലർപ്പിച്ചിരുന്ന ഇടയിലെടുത്ത ശുശ്രൂഷ അദ്ദേഹത്തിന് തോന്നുന്ന ദിവസം ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയല്ല. അതിനതിൻ്റെതായ ചില ഫോർമാലിറ്റികളുണ്ട്, അതിനതിൻ്റെതായ ചില രീതികളുണ്ട്. ആ രീതിയിൽ അദ്ദേഹം വന്നപ്പോൾ ഇന്ന് അത് നിലവിൽ വന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അത് വൈകി എന്നുള്ളതിന് ആവശ്യമില്ല. 2, ഇത് ഉചിതമായ സമയത്താണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ശ്രീ ബിനു ചാക്കോ, ഈ ഒരു സാഹചര്യത്തെ ഉചിതമായൊരു സാഹചര്യം എന്ന് നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? കന്യാസ്ത്രീയെ പിന്തുണച്ചുകൊണ്ട് തന്നെ സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നൊരു സാഹചര്യമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തിരി സന്യാസിനിമാർ തങ്ങൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനും രംഗത്ത് ഒക്കെ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എങ്ങനെ പറയാനാകും ഇത് ഉചിതമായ സമയമാണെന്ന് താങ്കൾക്ക് എങ്ങനെ പറയാനാകുന്നു? കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് ഉചിതമായ സമയം തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണത്തെ സംബന്ധിച്ച് സഭ പ്രതികരിക്കുന്നില്ല, സഭ പഠിക്കുന്നില്ല, സഭയിൽ നടപടിയില്ല എന്നായിരുന്നല്ലോ ഈ വെളുപ്പിലെ 6 മണി വരെയും നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സഭയുടെ നടപടി വന്നപ്പോൾ അത് ഉചിതമായ സമയം, ഇത് ഉചിതമായ സമയം തന്നെയാണ്. സഭയ്ക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണത്തിന് ഒരു കേരളത്തിന്റെ ഒരു സിവിൽ സംവിധാനത്തിന്റെ മുന്നിലേക്ക് സഭയുടെ ഉന്നതമായ ശുശ്രൂഷ രീതിയിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ കടന്നു പോകുമ്പോൾ അത് സഭയ്ക്കുണ്ടാകുന്ന മുറിവേറെ വലുതാണ്. ആ മുറിവ് മാറിക്കുവാൻ, ആ മുറിവിൽ നിന്ന് മാറുവാനായിട്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പൊ സഭയുടെ നടപടി വന്നിരിക്കുന്നു എന്നാണ് കൈരളിയിലൂടെ അറിയാൻ പീപ്പിൾ ടിവിയിലൂടെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറെ ഉചിതമായ സമയം തന്നെയാണ്. നന്ദി ശ്രീ ബിനു ചാക്കോ. ഇപ്പോൾ സന്തോഷ് സർലിംഗിലേക്ക് തന്നെ പോവുകയാണ്. സന്തോഷ്, കന്യാസ്ത്രീയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും വ്യാജമാണെന്നുമുള്ള തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളുമായി ബിഷപ്പിനോട് അടുത്ത വൃത്തങ്ങൾ രംഗത്ത് വന്നിരിക്കുകയുണ്ടായി. ആ സമയത്തും ബിഷപ്പ് പ്രതികരിക്കുകയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സ്ഥാനമൊഴിയുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് ബിഷപ്പിന്റെ മൗനസമ്മതമായി തന്നെ കാണാൻ സാധിക്കുമോ? അമൃത, ഇത് ആദ്യം മുതൽ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ താൻ രാജിവെക്കാതിരിക്കാനുള്ള ഒരു കാരണമായി തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. രാജിവെക്കുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയോ ചെയ്താൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നു. പകരം മറ്റ് സമ്മർദ്ദങ്ങളിലൂടെ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ബിഷപ്പ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നൊരു പ്രതീക്ഷ ഫ്രാങ്കോ മുളയ്ക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പമുള്ള ബിഷപ്പുമാരിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയത്. കാരണം ഫ്രാങ്കോ മുളയ്ക്കൽ താരതമ്യേന വളരെ ജൂനിയറായ ഒരു ബിഷപ്പ് കൂടിയാണ്. CBSEയുടെ തന്നെ തലവനായ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ തലവൻ കൂടിയായ ഈ മുംബൈയിലെ ആർച്ച് ബിഷപ്പ് ഗ്രേഷ്യസ് നേരത്തെ തന്നെ അദ്ദേഹം രാജിവെക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു. അത് വിവാദമായപ്പോൾ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞെങ്കിൽ പോലും പൊതുവെ ബിഷപ്പുമാരുടെ ഒരു നിലപാട് അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. കാരണം സഭയ്ക്ക് ആകമാനം ഒരു നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്.
എന്ന് മാത്രമല്ല ഈ പ്രശ്നം ക്രിസ്തീയ സഭയ്ക്കുള്ള എതിരെയുള്ള ആക്രമണമാണ് എന്ന രീതിയിൽ വഴിതിരിച്ചു വിടാൻ ഫ്രാങ്കോ മുളയ്ക്കൽ ശ്രമിച്ചത് ഈ പിന്നീട് ലത്തീൻ അൽമായ സംഘത്തിന്റെയൊക്കെ വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോൾ മറ്റൊരു നിർവാഹമില്ല, അദ്ദേഹത്തിന് വത്തിക്കാനിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ഉള്ള പിന്തുണ ലഭിക്കില്ല എന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജി. ഈ രാജി നമുക്ക് വത്തിക്കാന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ ഒരു ബിഷപ്പിനെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് രാജി എന്ന് പറയാൻ കഴിയും. ഇന്ത്യയിൽ സമീപകാലത്തൊന്നും ഒരു ബിഷപ്പിനെ മാറ്റുന്ന നടപടിക്രമങ്ങളൊന്നും വത്തിക്കാൻ എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും തൊട്ടടുത്ത്, അതായത് ഇക്കഴിഞ്ഞ 13-ാം തീയതി വത്തിക്കാന് അവരുടെ ഒരു പ്രധാനപ്പെട്ട ബിഷപ്പിനെ വെസ്റ്റ് വെർജീനിയയിൽ നിന്നും ഇത്തരത്തിലൊരു പീഡന ആരോപണത്തെ തുടർന്ന് മാറ്റേണ്ടി വന്നിരുന്നു. അതിപ്പോൾ വത്തിക്കാന്റെ തന്നെ മുഖപത്രമായ വത്തിക്കാനിൽ നിന്ന് പുറത്തിറക്കുന്ന മുഖപത്രത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയ സംബന്ധിച്ച വാർത്തയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ സംഭവിച്ചതിനെ കുറിച്ച് സമാനമായ രീതിയിലാണ് ഈ വെസ്റ്റ് വെർജീനിയയിൽ വത്തിക്കാൻ ഇടപെട്ടിരിക്കുന്നത്. അവിടുത്തെ ബിഷപ്പിനോട് ആദ്യം രാജിക്കത്ത് വത്തിക്കാൻ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഫ്രാങ്കോ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ രാജി അംഗീകരിച്ചു, പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചു. ഇവിടെയും ജലന്ധർ രൂപതയിൽ അത് തന്നെയാണ് നടക്കുന്നത്. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജി ഇപ്പോൾ വത്തിക്കാൻ എഴുതി വാങ്ങിച്ചിരിക്കുന്നു. ഇനി അത് അംഗീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നുള്ളൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇറക്കാനുള്ളത്. ആ കുറിപ്പിൽ തന്നെ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പുതിയ ബിഷപ്പിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുക. ഈ ബിഷപ്പ് എന്ന നിലയിലായിരിക്കില്ല ഇനി ഫ്രാങ്കോ മുളയ്ക്കൽ ഈ കേസിനെ നേരിടുന്നത്. 19-ാം തീയതി ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്. സന്തോഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുക്കം ചില സഹകരണങ്ങളല്ലാതെ സഭയ്ക്ക് അകത്തു നിന്നോ പുറത്തു നിന്നോ തന്നെ യാതൊരു വിധത്തിലുള്ള സഹകരണങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ബിഷപ്പ് ഇപ്പോൾ സ്ഥാനമൊഴിയാൻ തയ്യാറായിരിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ കന്യാസ്ത്രീയെ പിന്തുണച്ചുകൊണ്ട് സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആൾക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യവൽക്കരണമായി തന്നെ നമുക്ക് ഈ ഒരു രാജി അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനമൊഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? അമൃത, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ക്രിസ്തീയ സഭയുടെ അല്ലെങ്കിൽ ആ വ്യവസ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂഷനോട് വിശ്വാസികൾ എത്രമാത്രം എതിർപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു കന്യാസ്ത്രീകളുടെ സമരത്തിനുള്ള ഒരു പിന്തുണ. ഈ ജലന്ധർ രൂപതയുടെ തന്നെ സ്വന്തം ഒരു മിഷൻ കൂടിയാണ് കന്യാസ്ത്രീകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സഭ, മിഷണറീസ് ഓഫ് ജീസസ്. മറ്റ് രൂപതകൾക്കോ അല്ലെങ്കിൽ മറ്റ് ക്രിസ്തീയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ അതിൽ യാതൊരു പങ്കുമില്ലാതെ ജലന്ധർ രൂപതയുടെ തന്നെ സ്വന്തം കന്യാസ്ത്രീകളുടെ ഒരു സഭ കൂടിയാണ്. ആ സഭയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തെ ആഭ്യന്തര പ്രശ്നമായിട്ടല്ല പിന്നീട് മറ്റുള്ള സഭകൾ കണ്ടത്, മറ്റുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളോ കണ്ടത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹം ചേരുകയും ചെയ്തു. ഫ്രാങ്കോ ബിഷപ്പ് എന്ന രീതിയിൽ നേരത്തെ ഡൽഹി രൂപതയുടെ സഹായമെത്രാനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പഞ്ചാബിലേക്ക് ജലന്ധർ രൂപതയുടെ ബിഷപ്പായി നിയമിതനാകുന്നത്. നേരത്തെ മുതൽ, അതായത് ഡൽഹിയിൽ സഹായമെത്രാനായിരുന്നത് മുതൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയ ബലവും സഹായങ്ങളും അല്ലെ അത്തരത്തിലുള്ള സ്വാധീനങ്ങളും ഒക്കെ അദ്ദേഹം തന്റെ രാജി മാറ്റിവെക്കാനായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധങ്ങളൊക്കെ ഇതിനിടയിൽ പരസ്യമാവുകയും ചെയ്യുന്നു. എന്തായാലും അങ്ങനെയെങ്കിലും രാജി നീട്ടിവെക്കാനുള്ള ശ്രമം ആ ഭാഗമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അമൃത. സന്തോഷ്, അതുപോലെ തന്നെ ബിഷപ്പ് സ്ഥാനം ഒഴിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു നേരത്തെ വരെ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങളും വന്നിരിക്കുകയാണ്. അപ്പോൾ കത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അമൃത, നമ്മൾ രാവിലെ 6 മണിയോടുകൂടി ഈ വാർത്ത പുറത്തു വിട്ടതിന് ശേഷമാണ് ജലന്ധർ രൂപത ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ നിന്നും കത്തിന്റെ ചില ഉള്ളടക്കങ്ങൾ അവർ തന്നെ പരസ്യപ്പെടുത്തിയിരിക്കുന്നത് അത് നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം, തനിക്ക് കേസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ സമയം വേണം, അതിനുവേണ്ടി താൽക്കാലികമായി ബിഷപ്പ് എന്ന സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി എന്നാണ് ജലന്ധർ രൂപതയുടെ വിശദീകരണം.
വിശദീകരണം. അതായത് കേസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം എന്നാണ് അദ്ദേഹം അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാജി ഇതോടുകൂടി ജലന്ധർ രൂപതയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കും. കാരണം ഈ ഭരണപരമായ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹം നേരത്തെ തന്നെ ഒരു മോൺസിഞ്ഞോർ അടക്കമുള്ള 3 പേരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഭരണപരമായ ചുമതലകളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനില്ല. പകരം മറ്റ് കേസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. പിന്നെ ഈ സ്ഥാനം കൂടി ഒഴിയേണ്ട ഒരു എടുത്തു പറയേണ്ട ഒരു വിഷയമല്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഇപ്പോൾ സ്ഥാനം ഒഴിയാൻ നിർബന്ധിതനായിരിക്കുന്നു. ഇപ്പോൾ ജലന്ധർ രൂപത തന്നെ തൽക്കാലം ഒഴിയുന്നു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ആ രാജിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു എന്ന് ഉറപ്പായിരിക്കുന്നു. ഇനിയുള്ളത് ഈ ജലന്ധർ രൂപതയുടെ വിശദീകരണത്തിന് പുറമെ ഇനി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ ഭാഗത്തുകൂടി ഒന്ന് വന്നാൽ മതിയാകും. കാരണം അവർ ബിഷപ്പുമാരുടെ ഒരു കോൺഫറൻസ് കൂടിയാണ്. പുതിയ ബിഷപ്പിനെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബിഷപ്പിനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അവർ വിശദീകരണം തരും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ജലന്ധർ രൂപത അദ്ദേഹം സ്ഥാനമൊഴിയുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് തൽക്കാലം എന്ന് പറഞ്ഞ ഒരു ന്യായീകരണത്തിലൂടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു എന്ന് ജലന്ധർ രൂപതയും അംഗീകരിക്കുന്നു. സന്തോഷ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണെങ്കിലും ഇപ്പോൾ അവസാനം ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 19-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് സന്തോഷ് തന്നെ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് ചോദ്യം ചെയ്യലിന് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോട്ടയം ജില്ലാ സൂപ്രണ്ട് ജലന്ധറിലെ സൂപ്രണ്ട് വഴി പോലീസ് സൂപ്രണ്ട് വഴി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് കൈമാറിയത്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് അത് ലഭിച്ചുവെന്നും അതിന് ലഭിച്ചു എന്നുള്ള അറിയിപ്പ് പഞ്ചാബ് പോലീസിൽ നിന്ന് കേരള പോലീസിന് ലഭിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഫ്രാങ്കോ മുളയ്ക്കൽ കേരളത്തിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പ്രധാനമായും 13-ാം തീയതി തന്നെ അദ്ദേഹം ചുമതലകൾ എല്ലാവർക്കും കൈമാറി. ഇന്നലെയോടുകൂടി അദ്ദേഹം ഡൽഹിയിലെത്തി വത്തിക്കാന്റെ പ്രതിനിധിയെ കണ്ട് രാജിക്കത്ത് കൈമാറി. അതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് പോയിരിക്കുന്നു. അതാണ് കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ എവിടെയാണ് എന്നാണ് താമസിക്കുന്നതെന്നാണ് അറിയാൻ കഴിയാത്തത്. 19-ാം തീയതി അദ്ദേഹം പോലീസിന് മുമ്പിൽ ഹാജരാകും എന്ന് ഇത്തരം നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ നടത്തിയെങ്കിൽ പോലും ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അതെല്ലാം മാറ്റേണ്ട വരുന്നൊരു സാഹചര്യം, ചോദ്യം ചെയ്യലിന് എത്താതെ നിർവാഹമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അത് കേരള പോലീസിന്റെ ശക്തമായ നടപടികളുടെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഫ്രാങ്കോ മുളയ്ക്കലിന് എത്തേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം 19-ാം തീയതി എത്തും എന്ന് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ ഉറപ്പിക്കാൻ കഴിയും. നന്ദി സന്തോഷ്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സ്ഥാനമൊഴിഞ്ഞു. ബിഷപ്പിന് പകരം അഡ്മിനിസ്ട്രേറ്റർ ഭരണം. ദില്ലിയിലെ വത്തിക്കാൻ പ്രതിനിധിക്ക് ബിഷപ്പ് കത്ത് കൈമാറി. അഡ്മിനിസ്ട്രേറ്ററിനെ മാർപ്പാപ്പ നേരിട്ട് നിയമിക്കും. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും സന്തോഷ് തെർലിംഗ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കെ മുരളീധരനും പത്മജ വേണുഗോപാലിനും പരോക്ഷ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അച്ഛനെ ചതിച്ചവരുടെ പേരുകൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിലല്ല, മറിച്ച് പൊതുസമൂഹത്തോടാണ് വെളിപ്പെടുത്തേണ്ടതെന്ന് ഉണ്ണിത്താന്റെ ഒളിയമ്പ്. എന്തു തുറന്നു പറച്ചിൽ നടത്തിയാലും അത് താങ്ങാനുള്ള ആരോഗ്യം പാർട്ടിക്കുണ്ടെന്നും ഉണ്ണിത്താൻ. കരുണാകരനെ സ്ഥാനഭ്രംശത്തിനു പിന്നിൽ ചാരക്കേസ് ആരോപണം കൊണ്ടല്ല, സ്ഥാനനഷ്ടത്തിന് നരസിംഹറാവുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കരുണാകരൻ ശക്തി കൊണ്ട് കളിച്ചപ്പോൾ എതിരാളികൾ ബുദ്ധി കൊണ്ട് കരുണാകരനെ കീഴ്പ്പെടുത്തിയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പീപ്പിളിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഉണ്ണിത്താന്റെ തുറന്നു പറച്ചിൽ. 1990-കളിൽ കെ കരുണാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കിച്ചൺ ക്യാബിനറ്റിലെ അംഗവുമായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ് കരുണാകരന്റെ തന്നെ മക്കളുടെ ചാരക്കേസ് പ്രസ്താവനയ്ക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയത്. അച്ഛനെ ചതിച്ചവരുടെ പേരുകൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ പറയുമെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്ക് ഒളിയമ്പെന്നോണം കരുണാകരനെ ചതിച്ചവരുടെ പേരുകൾ പൊതുസമൂഹത്തോടാണ് വെളിപ്പെടുത്തേണ്ടതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ, സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ, അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കാൻ എന്തെങ്കിലും ഹീനമായ നീക്കം നടത്തിയിട്ടുണ്ടെന്ന് ശ്രീ കെ കരുണാകരൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും തോന്നിയാൽ അത് കേരളത്തിലെ പൊതുജന സമൂഹത്തെ അറിയിക്കണം. അത് രഹസ്യമായി വെക്കേണ്ട ഒരു കാര്യമല്ല. അത് ജുഡീഷ്യൽ കമ്മിറ്റിയുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ പൊതുജന സമൂഹം അറിയണം. താൻ പലതും തുറന്നു പറഞ്ഞാൽ താങ്ങാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ലെന്ന മുരളീധരന്റെ മുന്നറിയിപ്പിനും ഉണ്ണിത്താന്റെ കൊട്ട്. കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം, പറയാനില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. പറയാനുണ്ട്, അത് പക്ഷേ കോൺഗ്രസ്സിന് ശക്തിയില്ല, ദുർബലമാണ് കോൺഗ്രസ്, അതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമാണ്.
ഒരു ആത്മവഞ്ചനയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കരുണാകരന്റെ മുഖ്യമന്ത്രി കസേര നഷ്ടമായതിന്റെ പാപഭാരം നരസിംഹറാവുവിന്റെ തലയിൽ കെട്ടിവെക്കാനൊരുങ്ങിയ മുരളീധരനെ ഉണ്ണിത്താൻ തിരുത്തുന്നതിങ്ങനെ. ഇന്ന് നരസിംഹറാവുവിൻ്റെ സ്ഥാനത്ത് ശ്രീ കെ മുരളീധരനാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ശ്രീ നരസിംഹറാവു ചെയ്തതല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ഡ്യൂട്ടി നിർവഹിച്ചു എന്നുള്ളൂ. മാത്രമല്ല ശ്രീ കരുണാകരനെ പാർലമെന്റിൽ കൊണ്ടുപോയി അദ്ദേഹം ഇന്ത്യയുടെ വ്യവസായ മന്ത്രിയാക്കുകയോട് ചെയ്തു. അതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ശ്രീ കരുണാകരനോട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു, ബഹുമാനമായിരുന്നു. തന്നെ സഹായിച്ചതിൽ എന്നും അദ്ദേഹം കരുണാകരനോട് കടപ്പെട്ടിരുന്നു. 1992 സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സംസ്ഥാന കോൺഗ്രസിൽ രൂപപ്പെട്ട ശീതയുദ്ധത്തിന്റെ പരിസമാപ്തിയാണ് കരുണാകരന്റെ സ്ഥാനഭ്രംശത്തിന് കാരണമെന്ന് ഉണ്ണിത്താൻ പറയുന്നു. കരുണാകരൻ ശക്തി കൊണ്ട് കളിച്ചപ്പോൾ എതിരാളികൾ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ISRO ചാരക്കേസിൽ കെ കരുണാകരന്റെ മാനസിക വേദന നേരിട്ട് കണ്ട തനിക്ക് പലതും അറിയാമെങ്കിലും ഇപ്പോൾ പുറത്തു പറയുന്നില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ. പാർട്ടിക്കകത്ത് സംഘർഷം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രതികരണത്തിൽ മിതത്വം പാലിക്കുന്നതെന്നും KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. 5 പേർ ആരൊക്കെയാണെന്ന് പത്മജ തന്നെ തുറന്നു പറയട്ടെയെന്നും TH മുസ്തഫയുടെ പ്രസ്താവന പക്വതയോടെ ഉള്ളതാണെന്നും KP കുഞ്ഞിക്കണ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. M സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. ISRO ചാരക്കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയും അതിന് പിന്നാലെ കെ കരുണാകരന്റെ മകൾ പത്മജ 5 നേതാക്കൾ ഗൂഢാലോചന നടത്തി എന്നുള്ള പ്രസ്താവനയും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറുമായിട്ടില്ല. എങ്കിലും കരുണാകരന്റെ നേരത്തെ ഉണ്ടായിരുന്ന അനുയായികളും ഐ ഗ്രൂപ്പിന്റെ നേതാക്കളുമെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കെ കരുണാകരന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളും KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായ KP കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ആരായാം. ഈ വിഷയത്തിൽ ഇപ്പോൾ എ ഗ്രൂപ്പ് നേതാക്കൾ പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ മൗനം പാലിക്കുകയാണ്. എന്തായിരിക്കും ഈ മൗനത്തിന് പിന്നിൽ? കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ നിലവിലുള്ള ചിട്ടയനുസരിച്ച് സംഘർഷങ്ങളുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണം എന്നൊരു ധാരണയിലുണ്ട്. ഇവർ മൗനം പാലിക്കുന്നതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. എന്താണ് എത്രത്തോളം മൗനം പാലിച്ചു എന്നതിനെക്കുറിച്ചും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘർഷനിർഭരമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പക്വത സംഘടനാ തലത്തിൽ പാലിക്കണമെന്ന് പൊതുവെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കെ കരുണാകരന്റെ കൂടെ എല്ലാ പ്രതിസന്ധികളിലും അങ്ങ് അവസാനം വരെ ഒപ്പം നിന്ന നേതാവാണ്. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങൾ അങ്ങയോട് പറഞ്ഞിട്ടുണ്ടോ? ലീഡർ ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ച മാനസിക വേദന നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിൽ പലപ്പോഴും അദ്ദേഹം പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. അപവാദങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിസ്സംഗതയോടെ നേരിടാനുള്ള ആർജവത്വം കെ കരുണാകരനുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ശ്രീ കെ കരുണാകരനെ ചാരനെന്ന് വിളിച്ച് ആക്ഷേപിച്ചതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പടയാളിയായ ഒരു നായകനെ, ഒരു നേതാവിനെ സാമൂഹ്യ രംഗത്ത് ഒരു ദേശദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടതും കെ കരുണാകരൻ്റെ മനസ്സിനകത്ത് മുറിവേറ്റ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾ നടക്കുന്നത് പത്മജിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. 5 നേതാക്കളുടെ പേര്, ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? പത്മജ പറഞ്ഞ 5 നേതാക്കന്മാരെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണയുമില്ല. പത്മജ തന്നെ 5 നേതാക്കന്മാരുടെ കാര്യം പുറത്തു പറയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു പരാമർശം നടത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ അന്ന് സ്വാഭാവികമായി ഒരു സത്യമാണ്, അന്ന് ഗ്രൂപ്പ് തലങ്ങളിലുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണിത്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ലീഡർക്കെതിരെ നിന്നിരുന്നെങ്കിൽ അതിനകത്തെ നേതാക്കന്മാരെ നമുക്ക് വെറുതെ പരാമർശിക്കാം, അതിന് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. ഈ മുൻ മന്ത്രി കൂടിയായ TH മുസ്തഫ ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയും ഹസനും ഈ വിഷയത്തിൽ ഒരു വളരെ അവർക്ക് പങ്ക് ഇതിനകത്തുണ്ട് എന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? TH മുസ്തഫയുടെ ആ ഇൻ്റർവ്യൂ ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി വളരെ പക്വമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. സാധാരണ പുള്ളി വികാരത്തിനൊക്കെ പലപ്പോഴും അടിമപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ പക്വതയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ സംഭവം സാമൂഹ്യ തലങ്ങളിൽ ഇനി പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകും. ISRO ചാരക്കേസിൽ നമ്പി നാരായണന് നീതി ലഭിച്ചെങ്കിലും കെ കരുണാകരന് ഇനിയും നീതി ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് KP കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ചർച്ചകൾ തുടരും എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് എതിരഭിപ്രായമില്ല. പയ്യന്നൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.